നമസ്കാരം, ന്യൂസ് റൂം ലൈവിലേക്ക് സ്വാഗതം. സുപ്രീം കോടതി ജഡ്ജിമാർക്കിടയിലുണ്ടായ അഭിപ്രായ ഭിന്നത പരിഹരിക്കാൻ മധ്യസ്ഥ ശ്രമവുമായി ജസ്റ്റിസ് എസ്.എ. ബോബ്ഡെ. ചീഫ് ജസ്റ്റിസുമായും വാർത്താസമ്മേളനം നടത്തിയ 4 ജഡ്ജിമാരുമായും എസ്.എ. ബോബ്ഡെ ചർച്ച നടത്തി. അതേസമയം ജസ്റ്റിസ് ലോയയുടെ ഭരണത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് അടുത്ത ബന്ധുവായ ശ്രീനിവാസ ലോയെ ആവശ്യപ്പെട്ടു. സമ്മർദ്ദം കൊണ്ടാണ് ലോയയുടെ മകൻ അനൂഷ് അന്വേഷണം വേണ്ടെന്ന് പറഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭിന്നതകൾക്കിടെ സുപ്രീം കോടതി നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കും. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. നമുക്കറിയാം, കോടതി അവധിയായ കഴിഞ്ഞ 2 ദിവസങ്ങളിലും ചർച്ചകൾ സജീവമായിരുന്നു, പ്രശ്നപരിഹാര ശ്രമങ്ങൾ സജീവമായിരുന്നു. ബാർ കൌൺസിലിന്റെ സമിതി ഇടപെടുന്നു, വിരമിച്ച ജഡ്ജിമാരുടെ ചില അഭിപ്രായ പ്രകടനങ്ങൾ പുറത്തുവരുന്നു. തുടർന്ന് ചീഫ് ജസ്റ്റിസ് വഴങ്ങുന്നു, ചർച്ചയ്ക്ക് തയ്യാറാകുന്നു. എന്താണ് പുതിയ സംഭവ വികാസങ്ങൾ? ഇത്തരം സംഭവങ്ങൾ ഈ പ്രശ്നപരിഹാരത്തിന് സാധ്യമാകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ? അഭിഭാഷകരുടെ സംഘടനകളും ഒപ്പം തന്നെ ജുഡീഷ്യറിക്ക് അകത്ത് തന്നെയും ഈ പ്രശ്നപരിഹാരത്തിനായുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നലെ ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയും സുപ്രീം കോടതി ബാർ അസോസിയേഷനും ഈ വിയോജിച്ച് നിൽക്കുന്ന ജഡ്ജിമാരുമായി അടക്കം ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ കൃത്യമായ ഒരു സമവായ നിർദ്ദേശത്തിലേക്ക് എത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ചീഫ് ജസ്റ്റിസ് ആകട്ടെ ഈ വിയോജിച്ച് നിൽക്കുന്ന 4 ജഡ്ജിമാരുമായി ഇതുവരെയും നേരിട്ടൊരു ആശയവിനിമയം നടത്തിയിട്ടുമില്ല. ജസ്റ്റിസുമാരായ ജെ ചലമേശ്വർ, രഞ്ജൻ ഗൊഗോയ്, കുര്യൻ ജോസഫ്, മദൻ ലോക്കൂർ എന്നിവരുമായി ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര ഇതുവരെയും യാതൊരു തരത്തിലുള്ള ആശയവിനിമയം നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും പ്രശ്ന പരിഹാര സാധ്യത എന്നത് സംബന്ധിച്ച് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. അതേസമയം ജുഡീഷ്യറിക്ക് അകത്ത് ഇപ്പോൾ ഒരു മധ്യസ്ഥ ശ്രമത്തിന് നേതൃത്വം നൽകുന്നത് ജസ്റ്റിസ് എസ്.എ. ബോബ്ഡെയാണ്. അദ്ദേഹം 2017 അടുത്ത വർഷം 2019 പുതിയ ചീഫ് ജസ്റ്റിസായി ചുമതലയേൽക്കാൻ പോകുന്നയാളാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ചർച്ചകൾക്ക് പ്രധാനമായും നേതൃത്വം നൽകുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഈ വിയോജിച്ച് നിൽക്കുന്ന 4 ജഡ്ജിമാരുമായി 2 തവണ അദ്ദേഹം ഇതിനകം കൂടിക്കാഴ്ച നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല സുപ്രീം കോടതിയിലെ തന്നെ മറ്റ് ജഡ്ജിമാരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ഒരു ആശയവിനിമയത്തിലൂടെ പ്രശ്ന പരിഹാരത്തിനുള്ള ഒരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വയ്ക്കാനാണ് സാധ്യതയുള്ളത്. ഇന്ന് തന്നെ അത്തരത്തിലുള്ളൊരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വച്ചേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് എത്താൻ പോകുന്നത്. അതേസമയം ഫുൾ കോർട്ട് യോഗം വിളിച്ചുകൊണ്ട് ഈ പ്രശ്നം ചർച്ച ചെയ്യുന്ന കാര്യവും ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ പരിഗണനയിലുണ്ട്. ഫുൾ കോർട്ട് വിളിക്കുകയാണെങ്കിൽ കൂടിയും ചീഫ് ജസ്റ്റിസിന്റെ നിലപാടുകൾക്ക് അനുകൂലമായി ഒരു ഭൂരിപക്ഷ അഭിപ്രായം ഉണ്ടാകുമെന്ന കണക്കുകൂട്ടൽ തന്നെയാണ് അവർക്കുള്ളത്. മാത്രമല്ല ഒരു പുതിയൊരു വാദം കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ 20 വർഷത്തോളമായി പ്രധാനപ്പെട്ട കേസുകളെല്ലാം തന്നെ ഇത്തരത്തിൽ ജൂനിയർ ജഡ്ജിമാർക്കാണ് വീതിച്ച് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ 4 ജഡ്ജിമാർ പരസ്യമായി രംഗത്ത് വന്നത് എന്ന കാര്യത്തിൽ വലിയ തരത്തിലുള്ള സംശയങ്ങളുണ്ട് എന്നൊരു വാദം കൂടി ചീഫ് ജസ്റ്റിസിനെ അനുകൂലിക്കുന്നവരുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള നിലപാടുകൾ കൃത്യമായി അപ്പുറത്തും ഇപ്പുറത്തും തന്നെ നിൽക്കുകയാണ്. ഇതിനിടയിൽ എങ്ങനെയായിരിക്കും പ്രശ്നപരിഹാരം എന്നതിലാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ വ്യക്തത വരിക. സുപ്രീം കോടതി രാവിലെ 10:00 തന്നെ പ്രവർത്തനം ആരംഭിക്കും. 4 ജഡ്ജിമാരും ഇന്ന് പതിവ് പോലെ തന്നെ തങ്ങളുടെ ചുമതലകൾക്കായി കോടതിയിൽ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഉണ്ണി, ഈ ജസ്റ്റിസ് ബോബ്ഡെയുടെ ഇടപെടൽ ഏത് സാഹചര്യത്തിലായിരുന്നു? ഇന്നലെയൊക്കെ സുപ്രീം കോടതിയിൽ മറ്റ് പല ശ്രമങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ബാർ കൌൺസിലിന്റെ സമിതി അഭിഭാഷകരുമായി ചർച്ച നടത്തി. ചീഫ് ജസ്റ്റിസിനെ ബന്ധപ്പെടാനുള്ള ഒരു ശ്രമം ഉണ്ടായി. ഒപ്പം മുതിർന്ന വിരമിച്ച അഭിഭാഷകരുടെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായി. ജഡ്ജിമാരുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായി. പക്ഷേ ഇതിലൊന്നും ചീഫ് ജസ്റ്റിസും മറ്റു ജഡ്ജിമാരും വഴങ്ങുന്നില്ല എന്നാണോ ഈ ബോബ്ഡെയുടെ ഇടപെടലിലൂടെ ഈ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത്? അതായത് ചീഫ് ജസ്റ്റിസ് ഇപ്പോഴും ഈ ഒരു നിലപാടിൽ വിട്ടുവീഴ്ച വരുത്തിയിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് പറയുമ്പോഴും അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ അംഗീകരിക്കാനോ അല്ലെങ്കിൽ അതിൽ വിട്ടുവീഴ്ച ചെയ്യാനോ ഒന്നും അദ്ദേഹം തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രശ്നപരിഹാരം എങ്ങനെ നടക്കുമെന്ന കാര്യത്തിൽ സംശയങ്ങൾ ഉയരുന്നത്. അതിനിടെയാണ് 8 പ്രധാനപ്പെട്ട കേസുകൾ പരിഗണിക്കാൻ പോകുന്ന ഭരണഘടനാ ബെഞ്ചിന്റെ സിറ്റിംഗ് സംബന്ധിച്ചുള്ള അറിയിപ്പ് വന്നിരുന്നത്. ഈ ബെഞ്ചുകളിലും മുതിർന്ന ജഡ്ജിമാർക്ക് സ്ഥാനം ലഭിക്കില്ലെന്ന കാര്യം ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഏത് തരത്തിലായിരിക്കും ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾ, അതായത് മുതിർന്ന ജഡ്ജിമാരെ അവഗണിക്കുന്നു, പ്രധാന വിഷയങ്ങൾ അവർക്ക് നൽകുന്നില്ല എന്ന ഒരു ആരോപണം, അത് മറികടക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഏതായാലും എസ്.എ. ബോബ്ഡെ രംഗത്തേക്ക് വരുന്നത് ജുഡീഷ്യറിക്ക് അകത്തുനിന്ന് തന്നെയാണ് ഈ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാകേണ്ടതെന്നൊരു അഭിപ്രായം തന്നെയാണ് പൊതുവേ ഉള്ളത്. ബാർ കൌൺസിലും സുപ്രീം കോടതി ബാർ അസോസിയേഷനും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടു എങ്കിൽ കൂടിയും അവർക്ക് ഈ വിഷയത്തിൽ ഇടപെടുന്നതിന് പരിമിതി ഉണ്ട് എന്ന് തന്നെയാണ് ഇന്നലെ അവരും ഈ കൂടിക്കാഴ്ചകൾക്ക് ശേഷം പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും ജുഡീഷ്യറിക്ക് അകത്താണ് ഈ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടത്. അങ്ങനെയാണ് ജസ്റ്റിസ് എസ്.എ. ബോബ്ഡെ രംഗത്ത് വരുന്നത്. ചീഫ് ജസ്റ്റിസ് നേരിട്ട് ഈ 4 ജഡ്ജിമാരുമായി
ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല. അങ്ങനെയെങ്കിൽ ഒരു മധ്യസ്ഥൻ വഴി ഈ ജുഡീഷ്യറിക്ക് അകത്ത് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. ഏതായാലും ഇന്നിപ്പോൾ 10:30 കോടതി നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാ ജഡ്ജിമാരുമായും ഒരു അനൗപചാരികമായ കൂടിക്കാഴ്ച നടക്കാറുണ്ട്. സാധാരണ രീതിയിൽ ജഡ്ജിമാർ കോടതിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു അനൗപചാരികമായ കൂടിക്കാഴ്ച നടത്തി അവിടെ ഒരു അനൗപചാരികമായ സംസാരമൊക്കെ നടത്തിയതിനു ശേഷമാണ് ജഡ്ജിമാർ കോടതികളിലേക്ക് എത്തുന്ന പതിവുള്ളത്. അങ്ങനെ ഇന്ന് എത്തുമ്പോൾ സ്വാഭാവികമായും ഈ 4 ജഡ്ജിമാർ കൂടി ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമോ അല്ല വെറും ഔപചാരികമായ സംസാരങ്ങൾ മാത്രമേ ഇവർക്കിടയിൽ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. ഏതായാലും അത്തരത്തിൽ ഈ ഒരു മഞ്ഞുരുക്കാനുള്ള ചർച്ചകൾ തുടരുന്നതിനിടെ ഇന്ന് ഈ ജഡ്ജിമാർ എല്ലാവരും നേരിട്ട് കാണാൻ പോകുന്നു എന്നത് തന്നെയാണ് ഇന്നത്തെ ഈ മണിക്കൂറിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷമുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഏത് തരത്തിലായിരിക്കും പ്രശ്നപരിഹാരം എന്ന് വ്യക്തമാവുക. ഉണ്ണി, സുപ്രധാനമായ കേസുകൾ പരിഗണിക്കുന്നത് സംബന്ധിച്ച ചില അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നുവല്ലോ ഇത്തരത്തിലൊരു പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ നയിച്ചത്. നമുക്കറിയാം, വരും ദിവസങ്ങളിൽ ഈ കേസുകൾ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ്. പുതിയ സാഹചര്യത്തിൽ ഇത് മുതിർന്ന ജഡ്ജിമാർ പരിഗണിക്കട്ടെ എന്ന നിലപാടിലേക്ക് ചീഫ് ജസ്റ്റിസിനെ എത്തിക്കുമോ? അത്തരത്തിൽ ഒരു ആലോചന അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? അതാണ് ഈ 4 ജഡ്ജിമാരും ഉന്നയിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. മുതിർന്ന 4 ജഡ്ജിമാർക്ക് പരിഗണന നൽകണം എന്നുള്ളത് തന്നെയാണ്. അവർക്ക് പ്രധാനപ്പെട്ട കേസുകൾ നൽകണം. പ്രധാനപ്പെട്ട കേസുകൾ 10-ാം നമ്പർ കോടതിയിൽ ജസ്റ്റിസ് അരുൺ മിശ്രയുടെ കോടതിയിലേക്ക് മാത്രം വിട്ടാൽ പോരാ, ജൂനിയർ ജഡ്ജിമാർക്ക് മാത്രം പരിഗണന നൽകിയാൽ പോരാ എന്നൊരു പരാതി തന്നെയാണ് ഇവർ ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും ഒടുവിൽ പൊട്ടിത്തെറിക്ക് കാരണമായിരുന്നത് CBI ജഡ്ജി ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ട ഹർജിയാണ്. ആ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നില്ല. നേരത്തെ ഇന്ന് പരിഗണിക്കുന്നതിനായി നിശ്ചയിച്ചിരുന്നതാണ് ജസ്റ്റിസ് അരുൺ മിശ്രയും മോഹൻ ശാന്തനഗൌഡരും അംഗങ്ങളായ ബെഞ്ച്. എന്നാൽ ജസ്റ്റിസ് മോഹൻ ശാന്തനഗൌഡരുടെ അധികം അവധിയായതിനെ തുടർന്ന് ഈ കേസ് പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല, ഇന്നലെ ജസ്റ്റിസ് ജഡ്ജി ലോയയുടെ മകൻ അനൂജ് നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടി വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. യാതൊരു ദുരൂഹതയുമില്ല കുടുംബത്തിന് അദ്ദേഹത്തിന്റെ മരണത്തിൽ. രാഷ്ട്രീയ കക്ഷികളും സന്നദ്ധ സംഘടനകളും ഒക്കെ ഈ സാഹചര്യങ്ങളെ മുതലെടുക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ മകൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും ഈ ഒരു ഹർജി നാളെ ജസ്റ്റിസ് അരുൺ മിശ്രയുടെ കോടതിയിൽ വരികയാണെങ്കിൽ തന്നെ ഈ മകന്റെ വാർത്താസമ്മേളനം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതിന്റെ മറ്റൊരു സംഭവവികാസം കൂടി ഉണ്ടായിട്ടുണ്ട്. അതായത് ജഡ്ജി ലോയയുടെ ഒരു ബന്ധു, അമ്മാവൻ ലാത്തൂരിലാണ് അദ്ദേഹം താമസം. അദ്ദേഹം ലോയയുടെ മകൻ നടത്തിയ വാർത്താസമ്മേളനത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യം, മകന് പ്രായപൂർത്തി ആയിട്ടില്ല, പക്വത വന്നിട്ടില്ല, വലിയ രാഷ്ട്രീയ സമ്മർദ്ദം കുടുംബത്തിന് മേലുണ്ടാകാം, അതേ തുടർന്നാകാം മരണത്തിൽ ദുരൂഹതയില്ല എന്നൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സ്വതന്ത്രമായ അന്വേഷണം വേണമെന്നുള്ളതാണ് തന്റെ നിലപാടെന്നാണ് ജഡ്ജി ലോയയുടെ അമ്മാവൻ തന്നെ പ്രതികരിച്ചിട്ടുള്ളത്. കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ വ്യത്യസ്തമായ നിലപാടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് ഏകപക്ഷീയമായി ഈ ഒരു ഹർജിയിൽ കുടുംബം ഇങ്ങനെ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഹർജി പരിഗണിക്കേണ്ടതില്ല എന്ന് കോടതിക്ക് തീരുമാനമെടുക്കാൻ കഴിയുകയില്ല. സ്വാഭാവികമായും ആ കേസ് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അത് നാളെയാണ് വാദത്തിനായി വരുന്നത്. ഇതുവരെയും ജസ്റ്റിസ് അരുൺ മിശ്രയുടെ കോടതിയിൽ നിന്നും മുതിർന്ന 5 ജഡ്ജിമാരുള്ള കോടതികളിലേക്കൊന്നും ഇത് മാറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സ്ഥിരീകരണവും വന്നിട്ടില്ല. ഉണ്ണി, ഈ പ്രശ്നങ്ങൾ ഇത്രയധികം സങ്കീർണമായപ്പോൾ ഉരുത്തിരിഞ്ഞു വന്ന പ്രധാന പ്രശ്നപരിഹാര മാർഗങ്ങളിലൊന്ന് ഫുൾ കോർട്ട് ചേർന്ന് ഈ വിഷയം ചർച്ച ചെയ്യുകയും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുക അത്തരത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന ബാർ കൗൺസിലിന്റെ സമിതിയും അത്തരത്തിലൊരു പ്രമേയം പാസാക്കി. വിരമിച്ച ജഡ്ജിമാരുടെ അഭിപ്രായം അത്തരത്തിലാണ്. പുതിയ സാഹചര്യത്തിൽ ചീഫ് ജസ്റ്റിസിന് ഒരുപക്ഷെ അത്തരം ഒരു ശ്രമത്തിന് വഴങ്ങേണ്ടി വരില്ലേ? തീർച്ചയായും ഫുൾ കോർട്ട് വിളിച്ചു ചേർക്കാതെ ഈ വിഷയത്തിന് പരിഹാരമാകില്ല എന്നാണ് സുപ്രീം കോടതി ബാർ അസോസിയേഷൻ അടക്കം പറയുന്നത്. അവർ പാസാക്കിയ പ്രമേയം ഇന്നലെ ചീഫ് ജസ്റ്റിസിന് കൈമാറിയതാണ്. ഈ പ്രമേയം പരിശോധിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് ഉറപ്പ് നൽകിയെന്നാണ് സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് വികാസ് സിംഗ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഫുൾ കോർട്ട് വിളിച്ചു ചേർത്തുകൊണ്ട് ഈ ഒരു പ്രശ്നം ചർച്ച ചെയ്യുന്ന കാര്യം ചീഫ് ജസ്റ്റിസിന്റെ പരിഗണനയിലുണ്ട്. പക്ഷേ അദ്ദേഹം നേരിട്ട് ഈ 4 ജഡ്ജിമാരുമായും ചർച്ച നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഏത് തരത്തിലായിരിക്കും ഈ നിർദ്ദേശം എന്നത് സംബന്ധിച്ച് ഇപ്പോൾ നമുക്കൊരു വ്യക്തതയില്ല. ഒരുപക്ഷേ ചീഫ് ജസ്റ്റിസ് ഫുൾ കോർട്ട് ഈ ആഴ്ച തന്നെ വിളിച്ചേക്കും എന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഫുൾ കോർട്ട് വിളിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അത് ഒരു ജുഡീഷ്യറിക്ക് അകത്ത് തന്നെയുള്ള ഒരു നടപടിക്രമമാണ്. അതിനകത്ത് ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് പരിഹാരമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ടാകാം. പക്ഷേ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയ്ക്ക് അനുകൂലമായി വലിയൊരു വിഭാഗം ജഡ്ജിമാർ രംഗത്തുണ്ട്. അവരുടെ ഒരു ഭൂരിപക്ഷം വെച്ച് നോക്കുകയാണെങ്കിൽ ഫുൾ കോർട്ടിൽ ഈ വിഷയം ചർച്ച ചെയ്താലും ഈ വിഷയം ഉന്നയിച്ചിരിക്കുന്ന 4 ജഡ്ജിമാരുടെ നിലപാടുകൾ അംഗീകരിക്കുമോ എന്ന കാര്യമാണ് അറിയാനുള്ളത്.
ദില്ലിയിൽ പ്രശ്നപരിഹാര ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്നു. പല ഇടപെടലുകളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. ഒരുപക്ഷെ 1-2 ദിവസങ്ങൾക്കകം മഞ്ഞുരുകുമെന്നാണ് ദില്ലിയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റു വാർത്തയിലേക്ക്, സോളാർ കമ്മീഷൻ റിപ്പോർട്ടും സർക്കാർ സ്വീകരിച്ച തുടർ നടപടികളും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഉമ്മൻചാണ്ടിയുടെ ആക്ഷേപങ്ങൾക്കെതിരെ സർക്കാർ ഇന്ന് സത്യവാങ്മൂലം നൽകും. വിവരങ്ങളുമായി ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, എന്തൊക്കെയാണ് കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്ന പ്രധാന ആവശ്യങ്ങൾ? റിപ്പോർട്ട് റദ്ദാക്കണമെന്നും ഇതിന്മേൽ സർക്കാർ സ്വീകരിച്ച തുടർ നടപടികൾ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് നേരത്തെ ഉമ്മൻചാണ്ടി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. ഈ ഹർജിയിലാണ് സംസ്ഥാന സർക്കാർ ഇന്ന് സത്യവാങ്മൂലം നൽകുക. നേരത്തെ ഇത് സംബന്ധിച്ച സത്യവാങ്മൂലം എന്ത് നിലപാട് സ്വീകരിക്കുന്നത് സംബന്ധിച്ച് നമ്മൾ നേരത്തെ വാർത്ത നൽകിയിരുന്നു. അതായത് ഇത്തരം ആരോപണങ്ങൾ, ഉമ്മൻചാണ്ടി ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ കഴമ്പില്ല, അല്ലെങ്കിൽ സോളാർ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പരിഗണനാ വിഷയങ്ങളിൽ സർക്കാർ മാറ്റം വരുത്തിയിട്ടില്ല, കമ്മീഷനും മാറ്റം വരുത്തിയിട്ടില്ല. കാരണം സഭയ്ക്കകത്തും പുറത്തുമുള്ള എല്ലാ ആരോപണങ്ങളെ സംബന്ധിച്ചും അന്വേഷണം നടത്താം. അതുകൊണ്ട് തന്നെ ആ ആരോപണത്തിൽ കഴമ്പില്ല. മാത്രമല്ല, സരിതയുടെ കത്തിനെ മാത്രം അടിസ്ഥാനമാക്കിയാണ് സോളാർ റിപ്പോർട്ട് എന്നതായിരുന്നു ഉമ്മൻചാണ്ടി ഉന്നയിച്ച മറ്റൊരു ആരോപണം. എന്നാൽ ഇക്കാര്യത്തിലും അടിസ്ഥാനമില്ല. കാരണം സരിതയുടെ കത്ത് കമ്മീഷൻ പരിഗണിച്ച നിരവധി രേഖകളിൽ ഒന്ന് മാത്രമാണ് എന്ന് സർക്കാർ ഇന്ന് ഹൈക്കോടതി നിലപാട് അറിയിക്കും. മറ്റൊരു കാര്യം, തനിക്ക് സ്വാഭാവികമായ നീതി നിഷേധിച്ചു. സോളാർ കമ്മീഷന് മുന്നിൽ തനിക്ക് നോട്ടീസ് നൽകിയില്ല, അല്ലെങ്കിൽ കൃത്യമായ കാര്യങ്ങൾ അറിയിച്ചില്ല, തനിക്ക് സ്വാഭാവികമായ നീതി നിഷേധിച്ചു എന്നാണ് ഉമ്മൻചാണ്ടിയുടെ മറ്റൊരു ആരോപണം. ഈ ആരോപണത്തിലും സർക്കാർ മറുപടി നൽകുന്നു. എല്ലാ തവണയും ഓരോ ആരോപണങ്ങൾ വരുമ്പോഴും ഉമ്മൻചാണ്ടിക്ക് നോട്ടീസ് നൽകേണ്ട കാര്യമില്ല, പകരം ഒറ്റ നോട്ടീസ് നൽകിയാൽ മതി. അത്തരമൊരു നോട്ടീസ് നൽകിയിട്ടുണ്ട്. ആ നോട്ടീസ് സോളാർ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമാണ് എന്നും സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. സർക്കാർ ഇത് സംബന്ധിച്ച സത്യവാങ്മൂലം കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇന്ന് ഹർജി പരിഗണിക്കാൻ വേണ്ടി ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. ഈ സാഹചര്യത്തിലാണ് സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകുന്നത്. ശരി ശ്യാം. എറണാകുളം ജില്ലയെ നടുക്കിയ ആലുവ മോഷണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ചു. പ്രൊഫഷണൽ സംഘമാണ് മോഷണം നടത്തിയതെന്നാണ് പോലീസ് നിഗമനം. അന്യസംസ്ഥാനക്കാരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, ജില്ലയെ നടുക്കിക്കൊണ്ട് ഏതാണ്ട് അടുത്ത സമയത്ത് 3ാമത്തെ കവർച്ചയാണ് നടക്കുന്നത്. പോലീസിന് ലഭിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? അന്വേഷണം ഇപ്പോൾ ഏത് ഘട്ടത്തിലായി? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ നഗരത്തെ ഇത് 3ാമത്തെ കവർച്ചയും കൂടി ആയതോടെ ശരിക്കും ജില്ലയെ തന്നെ ഇത് ഞെട്ടിച്ചിരിക്കുകയാണ്. പക്ഷേ നിലവിൽ ഇപ്പോൾ പോലീസ് പറയുന്നത് അന്വേഷണം കാര്യമായി തന്നെ പുരോഗമിക്കുന്നു. വൈകാതെ തന്നെ ഈ കവർച്ച നടത്തിയവരിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ആലുവ SP AV ജോർജിന്റെ നേതൃത്വത്തിൽ, അതോടൊപ്പം തന്നെ ആലുവ DYSP തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കവർച്ച നടന്ന സ്ഥലത്ത് സംഘം എത്തിയിട്ടുണ്ട്. ഇവരുടെ നേതൃത്വത്തിൽ ഒരു കൂടിയാലോചന ഇപ്പോൾ ഇവിടെ നടക്കുകയാണ്. ഇതിൽ ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുള്ളത്. ഇവർക്ക് ലഭിച്ച ചില വിവരങ്ങൾ, അതായത് ഇന്ന് രാവിലെ തന്നെ ഫോറൻസിക് വിഭാഗവും അതോടൊപ്പം തന്നെ ഡോഗ് സ്ക്വാഡും ഇവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു. ഇതിലെ ഡോഗ് സ്ക്വാഡ് ഇന്ന് അതിൽ മണം പിടിച്ച ശേഷം ഏതാണ്ട് പെരുമ്പാവൂർ റൂട്ടിലേക്കാണ് അത് ഓടിക്കയറിയത്. പോലീസ് പറയുന്നത് വാഹനത്തിൽ ഇവിടെ നിന്ന് മോഷണ സംഘം രക്ഷപ്പെട്ടിട്ടുണ്ടാകും എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഏതാണ്ട് ആ രീതിയിൽ തന്നെയാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. ഇതിനുവേണ്ടി സമീപത്തെ, അതായത് ഇതിന് അടുത്തുള്ള വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ CCTV ഫുട്ടേജസ് പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഒപ്പം വിരലടയാള വിദഗ്ധരും രേഖപ്പെടുത്തിയ കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നു. സ്ഥിരം കുറ്റവാളികളാണോ മോഷണ സംഘങ്ങളാണോ എന്നുള്ളത് ഇക്കാര്യത്തിൽ ഒരു കൃത്യമായും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം പോലീസ് പറയുന്നത്, ആലുവ SP പറഞ്ഞത്, ഇതിലൊരു പ്രൊഫഷണൽ സംഘമായിരിക്കാം ഇത് ചെയ്തതെന്നൊരു നിഗമനം പ്രാഥമികമായി പോലീസിന് ഉണ്ട്. കാരണം വളരെ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ച ശേഷമാണ് കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തുടരുക. ഇപ്പോൾ MLA അൻവർ സാദത്ത് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ അൻവർ സാദത്ത്, കൊച്ചി വല്ലാത്തൊരവസ്ഥയിലാണ്. കഴിഞ്ഞ 2-3 മാസത്തിനുള്ളിൽ 3 മോഷണ ശ്രമങ്ങൾ, അതും വലിയ രീതിയിലുള്ള മോഷണം. അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെയാണ് പല കേസുകളിലും പ്രതികൾ. വീണ്ടും ഇന്നലെ സമാനമായ മോഷണം ആലുവയിൽ ഉണ്ടായിരിക്കുന്നു. ഹലോ ശ്രീ അൻവർ സാർ, കേൾക്കാമോ? പറഞ്ഞു. ഇന്നലെ ആലുവയിൽ ഉണ്ടായ ഒരു വലിയ കവർച്ച, കൊച്ചിയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന 3ാമത്തെ കവർച്ചയാണിത്. ഇന്ന് രാവിലെ ഞാൻ അറിഞ്ഞു. ഇന്ന് രാവിലെ ആ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പോലീസ്, ഡോഗ് സ്ക്വാഡ്, അതുപോലെ മറ്റുള്ള ഫോറൻസിക് അവരൊക്കെ വന്ന് അതിന്റെ പരിശോധന നടത്തുന്നുണ്ട്. പക്ഷെ ഇതൊരു വളരെ ആസൂത്രിതമായ ഒരു പരിപാടിയായിട്ടാണ്, ഒരു കവർച്ചയായിട്ട് എനിക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ആ ഫാമിലി
ഒരു പുണ്യ പ്രവൃത്തിക്ക് വേണ്ടി ഒരു പള്ളി വരെ പോയപ്പോൾ രാവിലെയാണ് പോയത്, വൈകിട്ട് അവര് ഇങ്ങനെ വീട് തുറന്നു കിടക്കണം കാണുന്നത്. അങ്ങനെ അപ്പോൾ അവർ പോലീസിനെ ഇൻഫോം ചെയ്ത് പോലീസ് വരുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും ഒരു സംശയമില്ല, ഇവര് പോകുന്നത് ഇവരെ വീട്ടിൽ നിന്നില്ലാതെ മനസ്സിലാക്കിക്കൊണ്ട് വളരെ ആസൂത്രിതമായ ഒരു കവചമായിട്ടാണ് എനിക്ക് ആ നിഗമനത്തെ മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ ബന്ധപ്പെട്ട SP യെയും IG യെയും നേരിട്ട് മറ്റേ ആലുവയിലുള്ള പോലീസ് ഓഫീസർമാരെ വിളിച്ച് അതിനെ ഊർജിതമാക്കണം, എത്രയും വേഗം പ്രതികളെ പിടിക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോലീസ് അത് ഊർജിതമായി തന്നെ നോക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. താങ്കൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടെന്ന് അറിയുന്നു. ഇവർ ഈ അന്വേഷണം സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ നൽകിയിട്ടുണ്ടോ? ആരെങ്കിലും സംശയമുണ്ടോ? അവര് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊട്ടപ്പുറത്തെ ഫ്ളാറ്റില് കുറെ മറ്റുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടൊക്കെ ഒത്തിരി അവർ അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും പോലീസ് കുറേകൂടി ജാഗ്രതയോടുകൂടി, നമുക്കറിയാം നമ്മുടെ നാടുകളിൽ വളരെയധികം കളവുകൾ തന്നെ ആലുവിൽ വേറൊരു കളവ് ചെറുതായിട്ട് നടന്നിട്ടുണ്ട്. ഒരു രാജാജി ബിൽഡിങ്ങിൽ ഇന്ന് വേറൊരു കളവ് നടന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് കുറെ നാൾ മുമ്പ് ആലുവയിലൊരു ഇതുപോലെ തന്നെ 300 പവൻ സ്വർണം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയൊക്കെ ഉണ്ടായ പല കവർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും അത് പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെയും അത് എത്രമാത്രം അത് ഫലവത്തായി പ്രതികളെ പിടിക്കും. അന്ന് നടന്ന ആ കവർച്ചയുടെ ഇതുവരെ പോലീസിന് പിടിക്കാൻ പറ്റിയിട്ടില്ല പ്രതിനെ. നന്ദി അൻവർ സാദ് പ്രതികരിച്ചതിന്. ഡാനി, സമാനമായ ഒരു സംഭവം തൃപ്പൂണിത്തുറയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന്, ബംഗ്ലാദേശിൽ നിന്നടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് കവർച്ചക്കാരെത്തി ഇവിടെ എത്തി കവർച്ച നടത്തി മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം അന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അത്തരത്തിൽ ഒരു സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ സാധിക്കുമോ പോലീസിന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച്? രഞ്ജിത്ത്, ഇതിൽ പ്രാഥമികമായി പോലീസ് അതിൽ ചില ഇതര സംസ്ഥാനക്കാരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അത് ഈ സമീപവാസികളായ ചിലരാണ്. അത്തരം ഒരു ചില സാഹചര്യങ്ങളിൽ ഇവരെ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പോലീസ് അത്തരം ഒരു ചോദ്യം ചെയ്യൽ നടത്തിയത്. പക്ഷെ അതിൽ കൂടുതൽ വിവരങ്ങളും പോലീസും വെളിപ്പെടുത്തിയിട്ടില്ല. കാരണം ഇതിൽ പോലീസ് സംശയിക്കുന്ന ഒരു കാര്യം, ഇവർ ഈ സ്വർണം സൂക്ഷിച്ചിരുന്നു എന്നത് വളരെ കൃത്യമായി അറിയാവുന്നവർ തന്നെ. കാരണം വിവാഹ ആവശ്യത്തിന് വേണ്ടി എടുത്ത സ്വർണം അവിടെ സൂക്ഷിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇവര് വീട്ടിലില്ലാതിരുന്ന ഒരു സമയത്താണ് ഇത് നടത്തിയത്. അത് പോയി വീട്ടുകാർ മലപ്പുറം വരെ പോയി തിരിച്ചു വരുന്ന ഒരു സമയം എടുത്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നടത്തിയത്. അതുകൊണ്ട് ഇതെല്ലാം തന്നെ വളരെ കൃത്യമായി അറിയാവുന്ന ആരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ളത് പോലീസിന്റെ ഒരു നിഗമനമുണ്ട്. ഇനി അവർ ആരെയെങ്കിലും ഉപയോഗിച്ചത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി പോലീസ്, രണ്ട് കാര്യങ്ങളും കൂടി ചേർത്ത് വെച്ചാണ് പോലീസ് പരിശോധിക്കുന്നത്. അത്തരം കാര്യങ്ങളാണ് നിലവിൽ ഇന്ന് പരിശോധന നടത്തുന്നത്. ഇന്ന് അവിടുന്ന് എടുത്ത വിരലടയാളങ്ങൾ അത്തരം കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഒപ്പം പോലീസ് നായ അതിന്റെ മണം പിടിച്ചു പോയ ഒരു രീതിയും അന്വേഷണ സംഘം വിലയിരുത്തുന്നുണ്ട്. കാരണം അത് പെരുമാവൂർ റൂട്ടിലേക്ക് ഇറങ്ങി, അതായത് വാഹനങ്ങൾ പോകുന്ന റൂട്ടിലേക്ക് ഇറങ്ങി അത് നിൽക്കുകയായിരുന്നു. അതായത് ഇവിടെ നിന്ന് അവർ രക്ഷപ്പെട്ടിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ ഈ പരിസരങ്ങൾ അറിയാവുന്ന ആരെങ്കിലും തന്നെ ഇതിന്റെ പിറകിൽ ഒരു ഓപ്പറേഷൻ ഹെഡായി ഉണ്ടായിരുന്നു എന്ന് തന്നെ പോലീസ് സംശയിക്കുന്നു, ന്യായമായും തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ള ഒരു അന്വേഷണം പുരോഗമിക്കുന്നത്. ഒപ്പം സമീപത്തുള്ള ഇതര സംസ്ഥാനക്കാരെയും പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. കാരണം ആലുവ പെരുമ്പാവൂർ മേഖലയിലാണ് ഏറ്റവും കൂടുതലായി ഇതര സംസ്ഥാനക്കാർ ക്യാമ്പ് ചെയ്യുന്ന ഒരു മേഖല എന്ന് പറയുന്നത് തൊഴിലിടങ്ങൾ. പക്ഷെ കുറെ കൂടി പ്രോപ്പറായ കുറച്ചുകൂടി വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പോലീസിനെ ഇവരിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയുക. എന്തായാലും ഈ സാഹചര്യത്തിൽ, സംശയം തോന്നുന്ന സാഹചര്യത്തിൽ കണ്ട ചിലരിൽ നിന്ന് പോലീസ് പ്രാഥമികമായി ചില വിവരങ്ങൾ ശേഖരിക്കുക മാത്രമാണ് ഈ ഘട്ടത്തിൽ ചെയ്തിട്ടുള്ളതെന്ന് SP പറയുകയുണ്ടായി. അന്വേഷണം പുരോഗമിക്കുകയാണ്. അന്വേഷണ സംഘം രൂപീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വളരെ ഊർജിതമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. എന്തായാലും തൊട്ടടുത്തുള്ള ദിവസങ്ങളിൽ ഇതിനൊരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്ന രീതിയിൽ തന്നെയാണ് പോലീസും പറയുന്നത് ഇപ്പോൾ. രഞ്ജിത്ത്, എറണാകുളം ജില്ലയിൽ നടുക്കിയ ആലുവ മോഷണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ചു. പ്രൊഫഷണൽ സംഘമാണ് മോഷണം നടത്തിയതെന്നാണ് പോലീസ് നിഗമനം. ഡാനി പോളാണ് വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് നൽകിയത്. ചോറ്റാനിക്കരയിൽ 4 വയസ്സുകാരിയെ അമ്മയുടെ കാമുകനും സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയ കേസിൽ ഇന്ന് വിധി പറയും. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ തടയുന്ന കൊച്ചിയിലെ പ്രത്യേക കോടതിയാണ് വിധി പറയുക. വിവരങ്ങളുമായി സുവി വിശ്വനാഥ് ചേരുന്നു. സുവി, പ്രതികളൊക്കെ കോടതിയിൽ എത്തിയോ?
രഞ്ജിത്ത് മനുഷ്യ മനസാക്ഷിയെ തന്നെ നടുക്കിയ 4 വയസ്സുകാരിയെ അമ്മയുടെ കാമുകനും സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയ കേസിലാണ് ഇന്ന് കോടതി വിധി പറയുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ തടയുന്ന കൊച്ചിയിലെ പ്രത്യേക കോടതിയാണ് ഇന്ന് വിധി പ്രസ്താവിക്കുക. കഴിഞ്ഞ ദിവസം കേസിലെ 1-ാം പ്രതിയും അമ്മയുടെ കാമുകനായിരുന്ന രഞ്ജിത്ത് ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നു. ഇയാളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. അതിനാൽ ഇയാൾ കോടതിയിൽ ഹാജരായിരുന്നില്ല. ഈ കാരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതി ശിക്ഷാവിധി പ്രസ്താവിക്കുന്നത് മാറ്റിവെച്ചത്. ഈ കേസിൽ അമ്മയും സുഹൃത്തായ ബേസിലും കാമുകനായ രഞ്ജിത്തും കുറ്റക്കാരനാണ് എന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. ഈ കേസിൽ ഇന്ന് വിധി പറയുകയാണ്. ചോറ്റാനിക്കരയിലാണ് സംഭവം നടക്കുന്നത്. 2013 ഒക്ടോബർ മാസത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. അമ്മയും രഞ്ജിത്തും തമ്മിലുള്ള അവിഹിത ബന്ധത്തിന് കുട്ടി തടസ്സമാകുന്നു എന്ന കാരണത്താലാണ് കുട്ടിയെ കൊല ചെയ്തത് എന്നാണ് കേസ്. കുട്ടിയെ ഇവർ ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു. അമ്മയുടെ സമ്മതത്തോടും അറിവോടും കൂടിയായിരുന്നു ഈ സംഭവം നടന്നത്. എന്നാൽ കൃത്യത്തിൽ അമ്മ പങ്കെടുത്തിട്ടില്ല എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ കേസിൽ സംഭവത്തെ തുടർന്ന് രഞ്ജിത്തും കുട്ടിയുടെ അമ്മയും ചോറ്റാനിക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ്. തുടർന്ന് ചോറ്റാനിക്കര SI നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് പ്രതികൾ കൊലപാതകം നടത്തിയതായി സമ്മതിച്ചത്. തുടർന്ന് കുട്ടിയുടെ മൃതദേഹം കുഴിച്ചിട്ടതുൾപ്പെടെ ഇവരെ കൊണ്ട് എടുപ്പിക്കുകയും പോലീസ് ചെയ്തിരുന്നു. ഇങ്ങനെ പ്രമാദമായ ഒരു കേസിലാണ് ഇന്ന് വിധി പ്രസ്താവിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ കോളിളക്കം ഉണ്ടാക്കിയ കേസാണ്. മാതൃത്വത്തിന്റെ പരിപാവനത പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള ചർച്ചകൾ ഉൾപ്പെടെയുള്ളവ ഈ കേസുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ വലിയ തോതിൽ ചർച്ചയായിരുന്നു. എന്തായാലും ഇന്ന് ഈ കേസിൽ അല്പസമയത്തിനകം തന്നെ കോടതി വിധി പ്രസ്താവിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. കഴിഞ്ഞ ദിവസം ഈ കേസിന്റെ ശിക്ഷാവിധി പ്രസ്താവിക്കുന്നത് കോടതി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. ശരി സുവി. മറ്റൊരു സുപ്രധാനമായ വാർത്തയിലേക്ക്. മന്ത്രിസ്ഥാനം ഇനിയും ഒഴിച്ചിടാനാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ NCP അധ്യക്ഷൻ ശരത് പവാറിനെ നേരിട്ട് അറിയിച്ചു. തീരുമാനം വൈകിയാൽ മന്ത്രിസ്ഥാനം CPM ഏറ്റെടുക്കുമെന്നും മുഖ്യമന്ത്രി NCPയെ അറിയിച്ചു. ഇതിനിടെ കോവൂർ കുഞ്ഞുമോനെ പാർട്ടിയിൽ എടുത്ത് മന്ത്രിയാക്കാൻ NCP ശ്രമം തുടങ്ങി. വിവരങ്ങളുമായി TG സജിത്ത് തുടരുന്നു. സജിത്ത്, NCPയുടെ 2 മന്ത്രിമാരും രാജിവെച്ച ശേഷം വകുപ്പ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. മുഖ്യമന്ത്രി നേരത്തെ തന്നെ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ അദ്ദേഹം തീരുമാനിച്ചിരുന്നു എന്നാണ് അറിയുന്നത്. വകുപ്പ് മറ്റാരെങ്കിലും കൈകാര്യം ചെയ്യണം എന്നുള്ള രീതിയിൽ ഇത്തരം സമ്മർദ്ദങ്ങളൊക്കെ ആകുമോ മുഖ്യമന്ത്രി ഇത്തരത്തിൽ തീരുമാനത്തിലേക്ക് എത്തിച്ചത്? തീർച്ചയായും 2 മാസമായി NCPക്ക് ഒരു മന്ത്രിസ്ഥാനമില്ലാതെ, ഗതാഗത വകുപ്പിന് മന്ത്രിസ്ഥാനം പ്രത്യേക മന്ത്രിയില്ലാതെ ഒഴിക്കുന്നത് ഇത് ഗുരുതരമായ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെയും CPMന്റെയും വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസം NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനെ വിളിച്ച് മുഖ്യമന്ത്രി നിലപാട് അറിയിച്ചു. മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: ഗതാഗത വകുപ്പിന് ഇത്തരത്തിൽ ഒരു അവസ്ഥ ഉണ്ടാക്കാനാവില്ല, സുപ്രധാനമായ വകുപ്പാണ്, അതുകൊണ്ട് അത് മുഖ്യമന്ത്രിക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല. ഒന്നുകിൽ NCP പെട്ടെന്ന് തീരുമാനമെടുത്ത് ഒരു പുതിയൊരു വ്യക്തിയെ, ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ തീരുമാനം, അതിൽ തീരുമാനമുണ്ടാക്കി പുതിയൊരു വ്യക്തിയെ ഇതിലേക്ക് നിയോഗിക്കണം. അതല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഈ വകുപ്പ് കൈമാറാൻ തനിക്ക് തയ്യാറാവേണ്ടി വരും, അത്തരം നീക്കം നടത്തേണ്ടി വരും എന്നൊരു നിലപാടാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതായത് CPMലെ മറ്റൊരു നേതാവിനോ അല്ലെങ്കിൽ നിലവിലുള്ള ഒരു മറ്റൊരു മന്ത്രിക്കോ ഈ വകുപ്പ് കൈമാറുന്നതാണ് മുഖ്യമന്ത്രി ആലോചിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ നീക്കം നടന്നാൽ പിന്നീട് തങ്ങൾക്ക് ഈ മന്ത്രിസ്ഥാനം തന്നെ തിരിച്ചു കിട്ടാൻ കഴിയില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കും എന്നതാണ് NCPയെ കുഴയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെ ഈ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ തീരുമാനങ്ങളും ചർച്ചകളും വളരെ വേഗത്തിൽ NCP നീക്കുകയാണ്. കോവൂർ കുഞ്ഞുമോനെ മന്ത്രിസഭയിൽ കൊണ്ടുവരുന്നതിനുള്ള ഒരു പൊതുധാരണ NCPയിൽ ഇതിനകം ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. ആദ്യമുണ്ടായ തർക്കങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് തോമസ് ചാണ്ടി, ശശീന്ദ്രൻ വിഭാഗങ്ങൾ ഇക്കാര്യത്തിൽ ഒരു ധാരണയിലെത്തി. പക്ഷേ കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു അന്തിമ അനുമതി ഇവർക്ക് ആവശ്യമാണ്. 29-ന് ഇത് സംബന്ധിച്ച തുടർ ചർച്ചകൾ ഡൽഹിയിൽ ശരത് പവാറുമായി നടക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. സജിത്ത്, കോവൂർ കുഞ്ഞുമോനുമായി ബന്ധപ്പെട്ട് NCPയിൽ അഭിപ്രായ ഐക്യമുണ്ടായി എന്നറിയുന്നു. നേരത്തെ KB ഗണേഷ് കുമാറിന് ഇത്തരത്തിൽ ഒരു സാധ്യത പറഞ്ഞു വെച്ചിരുന്നു. പക്ഷേ NCPയിൽ 1 ആളുകൾ, പീതാംബരൻ മാസ്റ്റർ ഒഴിച്ച് ബാക്കി എല്ലാവരും എതിർക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇപ്പോൾ കോവൂർ കുഞ്ഞുമോനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇത്തരത്തിൽ എന്ത് പരിഗണനയാണ് കോവൂർ കുഞ്ഞുമോന് നൽകാനാവുക? NCPയുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ MLAമാർ കേസിൽ നിന്ന് മുക്തരായി തിരിച്ചു വരുമ്പോൾ അവർക്ക് മന്ത്രിസ്ഥാനം നൽകാം എന്നുള്ള ധാരണയിൽ കോവൂർ കുഞ്ഞുമോനുമായി എത്തിയിട്ടുണ്ടോ പാർട്ടി? കോവൂർ കുഞ്ഞുമോനുമായി നേരിട്ട് NCP നേതാക്കൾ ഇതുവരെയും ചർച്ച നടത്തിയിട്ടില്ല എന്നാണ് നേതൃത്വം തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഇതിൽ ചർച്ചകൾ നടക്കേണ്ടിയിരിക്കുന്നു.
നേരത്തെ പാർട്ടിയിലെ മറ്റുള്ളവരോട് ആലോചിക്കാതെ പീതാംബരൻ മാസ്റ്റർ നടത്തിയ നീക്കമാണ് NCPയിൽ ഒരു പ്രതിസന്ധി രൂപപ്പെടുത്തിയത്. അതായത് ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടിയെ കൊണ്ടുവന്ന് കെ പി ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കാനുള്ള നീക്കം, ഇതിനെ മറ്റുള്ളവർ പാർട്ടിയിൽ വലിയ രീതിയിൽ എതിർത്തു. ഇതേ തുടർന്ന് ഈ നീക്കം പൂർണ്ണമായി കേന്ദ്ര നേതൃത്വം വരെ ഇത് തടയുകയാണ് ചെയ്തത്. NCPയുടെ കേന്ദ്ര നേതൃത്വം ഇതിൽ ഇടപെടുകയും ഈ നീക്കം വേണ്ട എന്നൊരു ധാരണയിലെത്തുകയും ചെയ്യുന്നു. എങ്ങനെയെങ്കിൽ പുതിയ 2 സാധ്യതകളാണ് NCP നേതൃത്വം നേടുന്നത്. 2 പേരാണ് മുന്നിലുള്ളത്. അതിലൊന്ന് കോവൂർ കുഞ്ഞുമോനും മറ്റൊന്ന് ചവറ MLA ആയ വിജയൻ പിള്ളയുമാണ്. ഈ 2 പേരിൽ ആരെയെങ്കിലും NCPയിൽ എത്തിച്ച് അവരെ മന്ത്രിയാക്കുക എന്ന ഒരു നീക്കത്തിന് NCPയിൽ ധാരണയുണ്ടായിട്ടുണ്ട്. അതിൽ കൂടുതൽ പരിഗണന നൽകുന്ന പേര് കോവൂർ കുഞ്ഞുമോന്റേതാണ് എന്നതാണ് പ്രത്യേകത. ഇതിൽ ധാരണയായിരിക്കുന്ന കാര്യം എങ്ങനെയാണ്, ഇപ്പോൾ ആരെ മന്ത്രിയാക്കിയാലും അവർ നിലവിൽ ശശീന്ദ്രനോ തോമസ് ചാണ്ടിയോ കുറ്റവിമുക്തരായി തിരിച്ചെത്തി കൈമാറുന്ന തരത്തിലേക്കുള്ള ഒരു രാഷ്ട്രീയ ധാരണയുണ്ടാക്കി പുതിയ തീരുമാനമെടുക്കാനാണ് NCPയുടെ നീക്കമുണ്ടായിരിക്കുന്നത്. കോവൂർ കുഞ്ഞുമോന് തന്നെയാണ് സാധ്യത. ഇത് സംബന്ധിച്ച പ്രാഥമിക ചർച്ച കോവൂർ കുഞ്ഞുമോനുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഔദ്യോഗികമായ ചർച്ചകളൊന്നും ഇതുവരെ നടന്നിട്ടില്ലെന്നാണ് അറിയുന്നത്. തുടരുക. ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ് ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, വല്ലാത്തൊരു പ്രതിസന്ധിയാണ് NCP അഭിമുഖീകരിക്കുന്നത്. 2 മന്ത്രിമാരും കേസിൽപ്പെട്ട് മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താകുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അന്ത്യശാസനം വരുന്നു. എത്രയും പെട്ടെന്ന് മന്ത്രിയെ കണ്ടെത്തണം, അല്ലെങ്കിൽ വകുപ്പ് മറ്റാർക്കെങ്കിലും നൽകും എന്ന രീതിയിൽ. ഇനി എന്ത് പോംവഴിയാണ് NCPക്ക് മുന്നിലുള്ളത്? NCP ഇതുപോലെ വളഞ്ഞ വഴി സ്വീകരിക്കുന്നത് തീർച്ചയായിട്ടും ഭൂഷണമല്ല. ഗവൺമെന്റിനാണെങ്കിൽ ഒരു മന്ത്രിയെ ആ വകുപ്പ് ഏൽപ്പിക്കുകയും വേണം. ഇതിപ്പോൾ മുഖ്യമന്ത്രിയാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ശ്രദ്ധ ചെലുത്താൻ സംസാരിച്ച തിരക്കുള്ള ഒരു മുഖ്യമന്ത്രിക്ക് കഴിയില്ല. പക്ഷെ അതിനു വേണ്ടി വളഞ്ഞ വഴി നോക്കുക എന്ന് പറയുന്നത് ഒട്ടും ആശാസ്യമല്ല. അത് കേരള സമൂഹത്തിലും കേരള രാഷ്ട്രീയത്തിലും ഒട്ടും ശരിയായ നടപടിയുമല്ല. കോവൂർ കുഞ്ഞുമോനെ കൊണ്ടുവരിക, അല്ലെങ്കിൽ ചവറ MLA കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും അത് ശരിയായ ഒരു നടപടിയല്ല. NCP പോലൊരു ദേശീയ പാർട്ടിക്ക് അത് ഭൂഷണവുമല്ല. മന്ത്രിസ്ഥാനം ഇല്ലെങ്കിൽ ഇല്ല എന്ന് വെക്കാനുള്ള ഒരു വിശാല മനസ്സാണ് അവർ കാണിക്കേണ്ടത്. അതിന് കഴിയുമോ എന്നുള്ളത് തന്നെയാണ് ചോദ്യം. തീർച്ചയായിട്ടും ഇങ്ങനത്തെ നീക്കങ്ങൾ വളഞ്ഞ വഴിയിലൂടെ മന്ത്രിസ്ഥാനം കരസ്ഥമാക്കുക എന്ന NCPയുടെ ഒരു ഉന്നം തീർച്ചയായിട്ടും രാഷ്ട്രീയമായി ഒട്ടും ശരിയല്ല. രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ച് പറയുമ്പോഴും ശ്രീ ജേക്കബ് ജോർജ്, നമുക്കറിയാം ഇന്ത്യയിൽ ഏക മന്ത്രിസ്ഥാനം NCPക്കുള്ളത് കേരളത്തിലായിരുന്നു. ഇപ്പോൾ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്ന ഒരു വല്ലാത്ത സാഹചര്യം കൂടിയുണ്ട്. ഇത്തരത്തിൽ വളഞ്ഞ വഴി സ്വീകരിക്കാതെ മറ്റു മാർഗങ്ങളൊന്നും അവർക്ക് മുന്നിലില്ല എന്നുള്ള ഒരു കാര്യമാണ് മുന്നിലുള്ളത്. അതെ, ഒരു ദേശീയ പാർട്ടിയുടെ സ്ഥിതി ഇതാണെന്ന് ഓർക്കണേ. NCP എന്ന് പറഞ്ഞാല് വലിയ ശരത് പവാർ, പ്രഫുൽ പട്ടേൽ തുടങ്ങിയ വലിയ അധികായന്മാർ നയിക്കുന്ന പാർട്ടിയാണ്. പക്ഷെ പാർട്ടി ദേശീയ രംഗത്ത് അധികാരത്തിലില്ല. ബോംബെയിലെ അതിന്റെ കേന്ദ്രമായ അതിന്റെ തട്ടകമായ മഹാരാഷ്ട്രയിൽ പുറത്താക്കപ്പെട്ടു. അധികാരത്തിൽ കയറാനോ അതിന്റെ അടുത്തുനിന്ന് വെക്കാനോ കഴിയുന്നില്ല. അതൊക്കെ ഒരു സ്വാഭാവികമായ അന്ത്യമാണ് ഒരു ദേശീയ പാർട്ടിയുടെ. നേതാക്കന്മാരിൽ ഏതെങ്കിലും 1-2 നേതാക്കന്മാരിൽ മാത്രം ആശ്രയിച്ച് കഴിയുന്ന പാർട്ടികളാണിവ. കേരളത്തിലും ഇതേ സ്ഥിതിയാണ് പാർട്ടി ഇതുപോലെയുള്ള ചെറിയ പാർട്ടികൾ അഭിമുഖീകരിക്കുന്നത്. ഇപ്പം കോവൂർ കുഞ്ഞുമോന്റെ കാര്യം, അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഒരു കുഞ്ഞു പാർട്ടിയാണത്. സത്യയുടെ ആയുസ് എന്നൊക്കെ പറഞ്ഞ് ഇത്രേ ഉള്ളൂ. അതുകൊണ്ട് കോവൂർ കുഞ്ഞുമോന് പക്ഷേ മന്ത്രിയാകാൻ ആഗ്രഹം കാണുമായിരിക്കും. NCPക്കും താല്പര്യമുള്ളൊരു മന്ത്രിയെ കൈ കിട്ടണം എന്നുള്ളത്. ഇടതുപക്ഷ മുന്നണി അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് തന്നെയാണ് ചോദ്യം. കേരള രാഷ്ട്രീയം എനിക്ക് തോന്നുന്നു പൊതുസമൂഹം അതിനെ അത്ര പെട്ടെന്ന് 2 കൈ നീട്ടി സ്വീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ കോവൂർ കുഞ്ഞുമോനുമായി അനൌദ്യോഗികമായി ചില ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം ശശീന്ദ്രൻ ഒരുപക്ഷെ അല്ലെ തോമസ് ചാണ്ടിയോ കേസിൽ നിന്ന് മുക്തനായി തിരിച്ചു വന്നാൽ മന്ത്രിസ്ഥാനം തിരിച്ചു നൽകാം എന്നുള്ള ധാരണയൊക്കെ എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയൊക്കെ ധാരണകളൊക്കെ ഉണ്ടാക്കും. ഒരു ദിവസം മന്ത്രിസ്ഥാനം തിരിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ. പിന്നെ കോവൂർ കുഞ്ഞുമോൻ കുറച്ച് 3-4 തവണയായി MLA ആണ്. ഒരു സാധാരണക്കാരനാണ്. അദ്ദേഹം മന്ത്രിയാകുന്നതിനോട് വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷേ ഈ സ്വീകരിക്കുന്ന വഴികൾ തീർച്ചയായിട്ടും അത് നല്ലതായിരിക്കണം. നല്ലൊരു പാർട്ടിയിലൂടെ, സ്വന്തം പാർട്ടിയിലൂടെ കടന്നു വരിക. ഇപ്പോ അദ്ദേഹം NCP ചേരുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയെടുത്ത് ജയിക്കുക എന്നതായിരിക്കും. തീർച്ചയായിട്ടും അതൊക്കെ കേരള ജനങ്ങളുടെ മുമ്പില് അത്ര ശരിയായ നേരായ വഴികളല്ല എന്നതാണ് സത്യം. നന്ദി ജേക്കബ് ജോർജ് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. സജിത്ത് ഒരിക്കൽ കൂടി ചേരുന്നു. സജിത്ത്, കോവൂർ കുഞ്ഞുമോനുമായി സംബന്ധിച്ച എന്തെങ്കിലും ധാരണ NCP ഉണ്ടാക്കിയിട്ടുണ്ടോ? കോവൂർ കുഞ്ഞുമോന്റെ പാർട്ടിയിൽ തന്നെ ചില എതിർപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് അറിയാൻ കഴിയുന്നത്.
കോവൂർ കുഞ്ഞുമോനുമായി ഇതുവരെയും ഒരു ധാരണയിലേക്ക് NCP നേതൃത്വം എത്തിയിട്ടില്ല. അതിന്റെ പ്രാഥമിക ചർച്ചകളിലേക്ക് അവർ കടക്കുകയാണ്. നിലവിൽ NCPയുടെ ഒരു പൊതു ധാരണയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ പീതാംബരം മാസം നടത്തിയ നീക്കത്തിന് ബദലായി പുതിയൊരു ആലോചനയിലേക്ക് NCPയിലെ മറ്റു നേതാക്കൾ എത്തിച്ചേരുന്നു. ആ നീക്കത്തിലുള്ള ചർച്ചകൾക്കൊടുവിലാണ് കോവൂർ കുഞ്ഞുമോനിന്റെ ഒരു സാധ്യതയിലേക്ക് NCP നേതൃത്വം എത്തിയിരിക്കുന്നത്. ഇതിന്റെ തുടർ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ കോവൂർ കുഞ്ഞുമോന്റെ RSP ലെനിൻസ് എന്ന അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തന്നെ ചില ആശയക്കുഴപ്പങ്ങൾ ഇതിനകം തന്നെ ഉണ്ടായിട്ടുണ്ട്. പാർട്ടിയിലെ ചില പ്രമുഖ നേതാക്കൾ ഈ നീക്കത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് NCPയുടെ നീക്കം അത്ര കണ്ട് നടക്കുക എളുപ്പമല്ല. ജേക്കബ് ജോർജ് സൂചിപ്പിച്ച പോലെയുള്ള രാഷ്ട്രീയ പ്രതിസന്ധികൾ ഇതിനു മുന്നിലുണ്ട് താൻ. നന്ദി സജിത്ത്. പുതിയ ചില രാഷ്ട്രീയ നീക്കങ്ങൾ ആരംഭിക്കാൻ തുടങ്ങുകയാണ്. മന്ത്രിസ്ഥാനം ഇനിയും ഉഴിച്ചിടാനാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ NCP അധ്യക്ഷനോട് വ്യക്തമാക്കിയിരിക്കുന്നു. തീരുമാനം വൈകിയാൽ മന്ത്രിസ്ഥാനം CPM ഏറ്റെടുക്കുമെന്നും മുഖ്യമന്ത്രി NCPയെ അറിയിച്ചു. ഈ സാഹചര്യത്തിൽ പുതിയ ഒരാളെ പാർട്ടിയിൽ കൊണ്ടുവന്ന് പുതിയൊരു MLA പാർട്ടിയിൽ കൊണ്ടുവന്ന് മന്ത്രിയാക്കാനുള്ള ഒരു നീക്കം NCPയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നു. വിവരങ്ങളാണ് TG സജിത്ത് നൽകിയത്. വ്യാജ മേൽവിലാസത്തിൽ വാഹനം രജിസ്റ്റർ ചെയ്ത കേസിൽ നടി അമല പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇന്ന് ഹാജരാകും. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിലാണ് അമല പോൾ ഹാജരാകുക. വിവരങ്ങളുമായി PG പ്രബോധ് ചേരുന്നു. പ്രബോധ്, എന്തൊക്കെ കാര്യങ്ങളാകും അമല പോൾ അന്വേഷണ സംഘത്തെ ബോധ്യപ്പെടുത്താനിരിക്കുന്നത്? രഞ്ജിത്ത്, ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഇന്ന് 10 മണിക്കും 1 മണിക്കും മുമ്പാകെ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. എന്നാൽ ഈ സമയം ആരംഭിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ അമല പോൾ പോലീസ് ആസ്ഥാനത്തുള്ള ക്രൈംബ്രാഞ്ച് സംഘത്തെ കാണുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുതുച്ചേരിയിൽ വാഹന രജിസ്ട്രേഷന് വേണ്ടി വ്യാജ രേഖകൾ ഉണ്ടാക്കിയെന്നാണ് ക്രൈംബ്രാഞ്ച് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിലൂടെ 20 ലക്ഷം രൂപയുടെ നികുതി വെട്ടിപ്പ് അമല പോൾ നടത്തിയതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച വിശദീകരണമാകും അമല പോളിൽ നിന്ന് അന്വേഷണ സംഘം തേടുക. എന്നാൽ പുതുച്ചേരിയിലെ മേൽവിലാസം ശരിയാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള രേഖകളുമായിരിക്കും ഒരുപക്ഷെ അമല പോൾ എത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അമല പോൾ എത്തും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നിലവിൽ നികുതി വെട്ടിപ്പ് കേസിൽ ഒരിക്കൽ പോലീസ് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്ത രാജ്യസഭാ MP സുരേഷ് ഗോപിയോടും അന്വേഷണ സംഘം വിളിച്ചിട്ടുണ്ട്. അത് തങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ ഇന്ന് വീണ്ടും വന്ന് ഒരു മൊഴി രേഖപ്പെടുത്താൻ വരണമെന്ന ആവശ്യം സുരേഷ് ഗോപിയോടും അന്വേഷണ സംഘം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ സുരേഷ് ഗോപി അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഇന്നെത്തുമോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല. ശരി പ്രബോധ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗികമായി സ്വീകരണം നൽകി. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വിവരങ്ങളുമായി സതീഷ് കുമാർ ചേരുന്നു. സതീഷ്, ഇന്ന് കാര്യമായ ചർച്ചകൾ ഉണ്ടാകുമോ? എന്തൊക്കെ വിഷയങ്ങളാകും ധാരണയിലെത്തുക? രഞ്ജിത്ത്, 6 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനെത്തിയിരിക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നാണ് സുപ്രധാനമായ കൂടിക്കാഴ്ചകൾ നടത്തുക. ഇപ്പോൾ രാവിലെ 10 മണിക്ക് രാഷ്ട്രപതി ഭവനിൽ ഔപചാരികമായ വരവേൽപ്പ് നൽകിയിരിക്കുന്നു. പ്രധാനമന്ത്രിയും മുതിർന്ന കേന്ദ്രമന്ത്രിമാരും എല്ലാം ഈ ഔപചാരിക വരവേൽപ്പിൽ പങ്കെടുത്തു. അതിനുശേഷം 10:30 ഇപ്പോൾ അദ്ദേഹം രാജ്ഘട്ടിൽ പുഷ്പചക്ര മഹാത്മാഗാന്ധിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി രാജ്ഘട്ടിലെത്തിയിരിക്കുന്നു. 12 മണിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായുള്ള ഔപചാരികമായ കൂടിക്കാഴ്ച. അത് ഹൈദരാബാദ് ഹൗസിലാണ് കൂടിക്കാഴ്ച. അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഇരു നേതാക്കളും തമ്മിൽ അരമണിക്കൂർ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഇരു രാജ്യങ്ങളിലെയും ഉന്നത സംഘങ്ങളുടെ നേതൃത്വത്തിൽ 12:30 ഉഭയകക്ഷി ചർച്ചകൾ തുടങ്ങും. 1 മണിക്ക് വിവിധ കരാറുകളിൽ ഒപ്പുവയ്ക്കും. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ ചരിത്രപരമായ ഒരു ചുവടുവയ്പായിരിക്കും ഈ സന്ദർശനം എന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് പറഞ്ഞത്. എന്തായാലും അടുത്തിടെ UN അസംബ്ലിയിൽ ജെറുസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമാക്കുന്നതിന് വേണ്ടിയുള്ള അമേരിക്കയുടെ നിർദ്ദേശത്തെ എതിർത്ത് ഇന്ത്യ വോട്ട് ചെയ്തത് ഇരു രാജ്യങ്ങൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ അതൊന്നും ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തെ ബാധിക്കില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നത്. പ്രതിരോധം, ഊർജം തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണത്തിനുള്ള കരാറുകളിൽ ഇരു രാജ്യങ്ങളും 1 മണിക്ക് ഹൈദരാബാദ് ഹൗസിൽ നടക്കുന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിൽ വെച്ച് ഒപ്പിടും. ശരി സതീഷ്. കായൽ കയ്യേറ്റ കേസിൽ മുൻ മന്ത്രി തോമസ് ചാണ്ടി നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. കായൽ കയ്യേറ്റ കേസിലെ ഹൈക്കോടതി ഉത്തരവും കളക്ടറുടെ റിപ്പോർട്ടിലെ തുടർ നടപടികളും സ്റ്റേ ചെയ്യണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ജസ്റ്റിസ് സാപ്രയ്ക്ക് മുന്നിൽ ഹാജരാകില്ല എന്ന് കാട്ടി തോമസ് ചാണ്ടി ആദ്യം കത്ത് നൽകിയിരുന്നു. ഇത് കോടതി അലക്ഷ്യമാണ് എന്ന് കേസിൽ തടസ്സ ഹർജി നൽകിയ CPI നേതാവ് TN മുകുന്ദൻ നിലപാടെടുത്തു. തുടർന്ന് കത്ത് പിൻവലിക്കുന്നതായി തോമസ് ചാണ്ടിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുകയായിരുന്നു.
NDA വൈസ് ചെയർമാൻ രാജീവ് ചന്ദ്രശേഖർ MP-യുടെ കുമരകത്തെ നിരാമയ റിസോർട്ടിന് ജില്ലാ കളക്ടർ നൽകിയ നോട്ടീസ് ചോദ്യം ചെയ്ത് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. 1979-ലെ പോക്കുവരവ് സംബന്ധിച്ച രേഖകൾ സർക്കാർ ഇന്ന് കോടതിയിൽ നൽകിയേക്കും. പോക്കുവരവ് റദ്ദാക്കാൻ കോട്ടയം ജില്ലാ കളക്ടർ നൽകിയ നോട്ടീസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് നിരാമയ റിസോർട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. 7 ദിവസത്തിനകം ഭൂമിയുടെ രേഖകൾ ഹാജരാക്കിയില്ല എങ്കിൽ പോക്കുവരവ് റദ്ദാക്കുമെന്നായിരുന്നു കളക്ടറുടെ നോട്ടീസ്. ചെങ്ങന്നൂർ MLA KK രാമചന്ദ്രൻ നായരുടെ സംസ്കാരം ഇന്ന് നടക്കും. രാവിലെ തിരുവനന്തപുരം VJT ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം വിലാപയാത്രയായി ചെങ്ങന്നൂരിലേക്ക് മൃതദേഹം കൊണ്ടുപോയി. ഇന്നലെ തിരുവനന്തപുരത്ത് എത്തിച്ച KK രാമചന്ദ്രൻ നായരുടെ മൃതദേഹം രാവിലെ 9 മണി മുതൽ VJT ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. നിയമസഭാ വാച്ച് ആൻഡ് വാർഡിന്റെയും സംസ്ഥാന പോലീസിന്റെയും അന്തിമോപചാരം. സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മന്ത്രിമാർ, MLA-മാർ, MP-മാർ, സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ അന്ത്യാഭിവാദ്യം നൽകി. ഒരു മണിക്കൂർ നീണ്ട പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ജന്മനാടായ ചെങ്ങന്നൂരിലേക്ക്. ചെങ്ങന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെക്കുന്ന മൃതദേഹം വൈകുന്നേരം 5 മണിക്ക് സംസ്കരിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. ശ്രീജീവിന്റെ കസ്റ്റഡി മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സഹോദരൻ ശ്രീജിത്ത് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കും. ശ്രീജീവിന്റേത് കസ്റ്റഡി മരണമെന്ന് സംസ്ഥാന പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയുടെ കണ്ടെത്തലുണ്ട്. എന്നിട്ടും നിലവിലെ അന്വേഷണം തൃപ്തികരമല്ല. ഈ സാഹചര്യത്തിലാണ് CBI അന്വേഷണം ആവശ്യപ്പെടുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശ്രീജിത്ത് നടത്തുന്ന സമരം ഇന്ന് 766-ാം ദിനത്തിലേക്ക് കടന്നു. സമൂഹമാധ്യമ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇന്നു മുതൽ റിലേ നിരാഹാര സമരവും ആരംഭിക്കും. സുപ്രീം കോടതിയിൽ പ്രതിസന്ധി തുടരുകയാണ്. ജഡ്ജിമാരുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിഷയം പല കോടതികളുടെയും പ്രവർത്തനത്തെ ബാധിച്ചുവെന്നാണ് ഏറ്റവും പുതിയ വിവരം. 11-ാം നമ്പർ കോടതിയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. ഇത്തരത്തിൽ പ്രതിസന്ധി തുടരുകയാണ്. പല സമവായ ശ്രമങ്ങളും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉണ്ടായിട്ടും ഈ വിഷയത്തിലൊന്നും ഒരു പരിഹാരമുണ്ടാകുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബാർ അസോസിയേഷൻ അടക്കം ഇടപെട്ട് ഈ വിഷയത്തിൽ ഒരു സമവായത്തിന് ശ്രമിച്ചിരുന്നു. ജഡ്ജിമാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒപ്പം ചീഫ് ജസ്റ്റിസുമായി കൂടിക്കാഴ്ച നടത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഡൽഹിയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, നേരത്തെ നമ്മൾ കരുതിയിരുന്നത് ഇന്നോടുകൂടി ഒരു പ്രതിസന്ധിക്ക് ഒരു ശമനം ഉണ്ടാകുമെന്നും കോടതികളുടെ പ്രവർത്തനം സുഗമമായി നടക്കുമെന്നുമായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്? രഞ്ജിത്ത്, 10:30 സാധാരണ രീതിയിൽ കോടതി നടപടികൾ ആരംഭിക്കേണ്ടത്. 10:35 ഈ വാർത്താ സമ്മേളനം നടത്തിയ 4 ജഡ്ജിമാരും സിറ്റിംഗ് ആരംഭിച്ചത്. ജസ്റ്റിസ് J. ചലമേശ്വർ 2-ാം നമ്പർ കോടതിയിൽ, ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് 3-ാം നമ്പർ കോടതിയിൽ, ജസ്റ്റിസ് മദൻ P. ലോക്കൂർ 4-ാം നമ്പർ കോടതിയിൽ, ജസ്റ്റിസ് കുര്യൻ ജോസഫ് 5-ാം നമ്പർ കോടതിയിൽ. ഈ കോടതികളെല്ലാം ഇതിനകം തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അവർക്ക് മുമ്പാകെയുള്ള കേസുകൾ പരിഗണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ ആദ്യ 5 മിനിറ്റിലെ കാലതാമസം കാരണം ഈ വൈകുന്നത് എന്തുകൊണ്ടാണെന്നുള്ള അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. ഇനി ഫുൾ കോർട്ടോ മറ്റോ ചേരാനുള്ള സാധ്യതയുണ്ടോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും മറ്റും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഈ 4 ജഡ്ജിമാരും കോടതിയിൽ എത്തിയിട്ടുണ്ട്. അവരുടെ സിറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്. 1-ാം നമ്പർ കോടതിയിൽ ഇപ്പോൾ മെൻഷനിങ് തുടങ്ങാൻ പോവുകയാണ്. ഏതായാലും ഈ ഒരു പ്രശ്ന പരിഹാരം കണ്ടില്ലെങ്കിൽ കൂടിയും ജഡ്ജിമാർ കോടതിയിലെത്തി അവരുടെ കേസുകൾ പരിഗണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിന് ശേഷം തന്നെ ജഡ്ജിമാർ പറഞ്ഞിരുന്നത് കോടതി നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നില്ല, കോടതികളിൽ തിങ്കളാഴ്ച മുതൽ പതിവ് പോലെ എത്തുമെന്നായിരുന്നു. ആ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. 4 ജഡ്ജിമാരും കോടതികളിലെത്തി അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഉണ്ണികൃഷ്ണൻ, അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ സമവായ ശ്രമങ്ങൾ ഫലം കണ്ടുവരുന്നുവെന്നും വരും ദിവസങ്ങളിൽ കൃത്യമായി കോടതി നടപടികൾ ഉണ്ടാകുമെന്നും തന്നെയാണോ? രഞ്ജിത്ത്, അതായത് ഏതാണ്ട് 5 മുതൽ 10 മിനിറ്റ് വരെ കാലതാമസം ഇന്ന് കോടതി നടപടികൾ ആരംഭിക്കുമ്പോൾ ഉണ്ടായിരുന്നു. ഇനി ഏതെങ്കിലും തരത്തിലുള്ള അനൗപചാരികമായ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് അറിയേണ്ടത്. മാത്രമല്ല, കോടതി നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് ചീഫ് ജസ്റ്റിസിന്റെ ഒരു ചായ സൽക്കാരമുണ്ട്. രാവിലെ തന്നെ എല്ലാ ജഡ്ജിമാരും അവിടെ കൂടിക്കാഴ്ചകൾ നടത്തുന്നതാണ്. അത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ച ഇന്നും നടന്നിട്ടുണ്ടാകുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഈ ഒരു കാലതാമസത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതായാലും അതിന്റെ ആ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടുണ്ടോ, അതിൽ ചർച്ചകൾ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കപ്പെടേണ്ട വിഷയങ്ങളാണ്. എങ്കിൽ കൂടിയും
ജഡ്ജിമാർ കോടതിയിൽ എത്തിയിരിക്കുന്നു. പ്രശ്നപരിഹാരം പൂർണ്ണമായും ഉണ്ടായിട്ടില്ല എങ്കിൽ കൂടിയും ഇപ്പോഴും ഈ ജഡ്ജിമാർ കോടതി നടപടികളിൽ നിന്ന് ഒന്നുമില്ല. ചീഫ് ജസ്റ്റിസിന്റെ പ്രവർത്തന രീതിയോട് വലിയ വിയോജിപ്പാണ് ഈ ജഡ്ജിമാർ അറിയിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട കേസുകൾ, രാജ്യത്ത് ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുന്ന കേസുകൾ ഇഷ്ടക്കാർക്ക് നൽകുന്നു ചീഫ് ജസ്റ്റിസ് എന്നടക്കമുള്ള ആരോപണങ്ങളാണ്. ഏകപക്ഷീയമായ പ്രവർത്തനം എന്ന ആരോപണമാണ്. ആ ഏകപക്ഷീയമായ പ്രവർത്തന ശൈലി മാറ്റുന്നതിനുള്ള നടപടികളിലേക്ക് വന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അറിയേണ്ടത്. ഏതായാലും മധ്യസ്ഥ ചർച്ചകൾ പല തലങ്ങളിൽ നടക്കുന്നുണ്ട്. ഇതുവരെയും അതിൽ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതായുള്ള സൂചനകളില്ല. ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ജഡ്ജിമാർക്കിടയിലുണ്ടായ പ്രതിസന്ധി ചില കോടതികളുടെയെങ്കിലും പ്രവർത്തനത്തെ ബാധിക്കുന്നുവെന്നാണ് ദില്ലിയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ട് ചെയ്തത്. മറ്റു ചില വാർത്തകളിലേക്ക്. കോഴിക്കോട് ഒളവണ്ണ പഞ്ചായത്തിലെ 3 വാർഡുകൾ വ്യവസായ മേഖലയാക്കിയത് കാർഷിക മേഖലയ്ക്കും ചാലിയാർ പുഴയ്ക്കും തിരിച്ചടിയാകും. നെൽവയലുകളുടെ നാശത്തിനും ചാലിയാർ പുഴയുടെ മലിനീകരണത്തിനും ഇടയാക്കുമെന്നാണ് ആരോപണം. 1080 കർഷക കുടുംബങ്ങളെയും 4 കാവുകളെയും ദോഷകരമായി ബാധിക്കുന്നതാണ് നിർദ്ദിഷ്ട പദ്ധതി. വ്യവസായ മേഖല സംബന്ധിച്ച മാസ്റ്റർ പ്ലാൻ പ്രകാരം ഇല്ലാതാകുന്ന ഹെക്ടർ കണക്കിന് കൃഷിയിടങ്ങളിൽ നെൽവയലുകളും ഉൾപ്പെടും. പ്രദേശവാസികളെ മാറ്റിത്താമസിപ്പിക്കാൻ നടപടിയൊന്നുമില്ലാതെയാണ് വീട് നിർമ്മാണത്തിനുൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പതിറ്റാണ്ടുകളായി നെൽകൃഷിയെ ആശ്രയിച്ചു കഴിയുന്ന കർഷകർക്കാണ് പദ്ധതിയേറെ തിരിച്ചടി. ഞങ്ങൾ വളരെയധികം ദയനീയ അവസ്ഥയിൽ എവിടേക്കാണ് പോകേണ്ടത് എന്ന് വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് കിട്ടു കഴിഞ്ഞാൽ 8 ലക്ഷം 10 ലക്ഷം റുപ്യ. ഞങ്ങൾ 2 സെൻറ്റ് 3 സെൻറ്റ് താമസിക്കുന്നത്. വേണ്ടെങ്കിൽ പൊളിക്കാനും പറ്റില്ല, ഉണ്ടാക്കാനും പറ്റില്ല. ഒന്നുമില്ല, നിങ്ങൾ പൊയ്ക്കോളി എന്നാണ് പഞ്ചായത്തുകാർ പറയുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യേണ്ടി? ഇതായി കൃഷി പണിയെടുത്തിട്ട് ഞങ്ങൾ ജീവിക്കുന്നതാണ്. പദ്ധതിക്കെതിരെ ഒളവണ്ണ പഞ്ചായത്ത് നിവാസികൾ മാസങ്ങളായി സമരമുഖത്താണ്. പ്രദേശങ്ങളിലെ സാധാരണ പാവപ്പെട്ട ജനങ്ങളെയാണ് ഈ സംവിധാനം കൂടുതലായിട്ട് ബാധിക്കുന്നത്. വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യങ്ങൾ സമീപത്തെ ചാലിയാറിനെ വിഷമയമാക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. ക്യാമറാമാൻ വിനോദ് കുമാറിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. NSSന്റെ പരോക്ഷ പിന്തുണയോടെ കേരളത്തിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു. സോളാർ കേസിലെ പ്രധാന പരാതിക്കാരിൽ ഒരാളായ മലയിൽ ശ്രീധരൻ നായർ അടക്കമുള്ളവരാണ് നേതൃനിരയിൽ. ഇന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ പാർട്ടി പ്രഖ്യാപിക്കും. മുന്നോക്കക്കാരിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കും സംവരണം വേണമെന്നാണ് പാർട്ടിയുടെ ആവശ്യം. ജാതി സംവരണത്തിനൊപ്പം മുന്നോക്ക സമുദായങ്ങളിലെ പാവപ്പെട്ടവർക്കും സംവരണം വേണമെന്നതാണ് പുതിയ പാർട്ടിയുടെ നയം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരത്തിന് ശേഷം പേര് പ്രഖ്യാപിക്കും. NDP മുൻ ചെയർമാൻ മഞ്ചേരി KR ഭാസ്കരൻപിള്ള രക്ഷാധികാരിയും KSR മേനോൻ ചെയർമാനും പ്രൊഫസർ കോന്നി ഗോപകുമാർ ജനറൽ സെക്രട്ടറിയും മല്ലേലി ശ്രീധരൻ നായർ ട്രഷററുമായി അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി. സംവരണാനുകൂല്യം കിട്ടാത്ത സമുദായങ്ങളിലെ പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസ, തൊഴിൽ മേഖലകളിൽ സംവരണം ഏർപ്പെടുത്തണമെന്നതാണ് പാർട്ടിയുടെ പ്രധാന ആവശ്യം. നിലവിലിപ്പോഴേ പിന്നാക്ക സമുദായക്കാർക്ക്, ന്യൂനപക്ഷങ്ങൾക്ക്, ഒക്കെ ദളിതർക്ക് ഒക്കെ സംവരണമുണ്ട്. ആ സംവരണത്തിൻ്റെ മാനദണ്ഡങ്ങൾ മാറ്റണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. പക്ഷെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ വരുന്ന സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടാത്ത പാവപ്പെട്ടവർക്ക് സംവരണം വേണമെന്ന് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. ഇതൊരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇത്തരം ഒരു പാർട്ടി രൂപം കൊണ്ടതും കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇന്ത്യയിലെ എല്ലാ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളും ഈ പാവപ്പെട്ട ജനവിഭാഗത്തിനോട് ക്രൂരമായ അവഗണനയാണ് കാണിക്കുന്നത്. ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയമായി ഒന്നിച്ച് നിൽക്കാതെ ഞങ്ങളുടെ മുന്നിലൊരു മാറ്റമില്ല. മറ്റൊരു മാർഗ്ഗം ഞങ്ങളുടെ മുന്നിൽ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇത്തരം ഒരു പാർട്ടിക്ക് രൂപം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരരംഗത്തുണ്ടാകുമെന്നും നേതാക്കൾ വ്യക്തമാക്കുന്നു. NSSന്റെ പരോക്ഷ പിന്തുണ പാർട്ടിക്കുണ്ടെന്നാണ് സൂചന. സോളാർ കേസിലെ പ്രധാന പരാതിക്കാരിലൊരാളായ മല്ലേലി ശ്രീധരൻ നായർ അടക്കമുള്ള പാർട്ടി നേതാക്കൾ NSS നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. KSRTC പെൻഷൻ മുടങ്ങിയതോടെ ഭക്ഷണത്തിന് പോലും പണം കണ്ടെത്താൻ കഴിയാതെ വലയുകയാണ് കൊല്ലം അയത്തിൽ ഒരമ്മയും മകളും. 35 വയസ്സായ മകളും കിടപ്പിലായ അമ്മയുമാണ് KSRTC ക്രൂരതയുടെ ഏറ്റവും ഒടുവിലത്തെ ഇര. പെൻഷൻ കുടിശ്ശിക മാസങ്ങൾ പിന്നിട്ടതോടെ വിശപ്പടക്കാൻ നാട്ടുകാരുടെ കനിവ് തേടുകയാണ് ഈ അമ്മയും മകളും. പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് കൂത്താട്ടുകുളത്ത് വീട്ടമ്മ ആത്മഹത്യ ചെയ്ത ഞെട്ടൽ മാറുന്നതിന് മുൻപാണ് ഈ അമ്മയുടെയും മകളുടെയും ദുരിത കാഴ്ച. അമ്മയ്ക്ക് ജന്നി വരുന്ന ഒരു സ്ട്രിപ്പ് മരുന്നിന് 130 രൂപ. ആ 130 രൂപയും ബസ്സൂനും കൊണ്ട് മാത്രം ഞാൻ പോകും. കടം വാങ്ങില്ല. 100 രൂപ കടം വാങ്ങിച്ച് ഞാൻ പോകും. KSRTCയിലെ മെക്കാനിക്കായിരുന്ന സുകുമാരൻ 14 വർഷം മുൻപ് മരിച്ചു. തുടർന്ന് ലഭിച്ച പെൻഷൻ തുകയായിരുന്നു രോഗിയായ ഭാര്യ ചന്ദ്രികയ്ക്കും മകൾക്കും ഏക ആശ്രയം. പെൻഷൻ മുടങ്ങിയതോടെ കിടപ്പിലായ അമ്മയ്ക്കുള്ള മരുന്നും മുടങ്ങി. അഡ്മിറ്റ് ആകുമെന്നുള്ള ഒരു പേടിയുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകത്തില്ല. അടുത്തൊരു ക്ലിനിക്കിലേ കാണിക്കത്തുള്ളൂ. 1000 രൂപയാവും മരുന്നിന്. ഇപ്പം ബയോമിത്രം ഉണ്ട്, അവിടെ ഫ്രീ ആയിട്ട് കിട്ടും.
1000-ഓളം രൂപയ്ക്കുള്ള മരുന്ന് അവിടെ ഫ്രീ ആയിട്ട് കിട്ടും. കിടപ്പിലായ അമ്മയെ പരിചരിക്കേണ്ടതിനാൽ മകൾ ധന്യയ്ക്ക് മറ്റു ജോലിക്കും പോകാൻ കഴിയില്ല. പക്ഷേ റേഷൻ കാർഡിൽ വരുമാനം ഉയർന്നു തന്നെ. അതുകൊണ്ട് ചികിത്സാ സഹായമോ മറ്റ് ആനുകൂല്യങ്ങളോ ഇവർക്കില്ല. ഇപ്പൊ BPL കാർഡ് ആക്കിയിട്ടുണ്ട്. BPL കാർഡ് ആക്കിയത് വീണ്ടും അത് APL ആയി. പെൻഷൻ വാങ്ങിക്കണമെങ്കിൽ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അത് APL ആക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ വീണ്ടും അത് APL ആക്കി ഒരു ആനുകൂല്യം കിട്ടത്തില്ല. 35 വയസ്സ് കഴിഞ്ഞ മകൾ ധന്യ അവിവാഹിതയാണ്. ഭക്ഷണത്തിന് പോലും നാട്ടുകാരുടെ കനിവ് തേടി ജീവിതം എത്ര നാൾ പിടിച്ചു നിർത്തുമെന്നറിയില്ലെങ്കിലും ധന്യയുടെ ഈ മറുപടിയുടെ ആഴം അധികൃതർക്ക് മനസ്സിലാകുമോ? ഈ പെൻഷൻ എല്ലാ മാസവും ഇനി തുടർച്ചയായിട്ട് കിട്ടിയില്ലെങ്കിൽ അമ്മയും കൊന്നിട്ട് എനിക്ക് മരിക്കാനേ പറ്റത്തുള്ളൂ. ആ ഒരു സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ. ന്യൂസ് 18 കൊല്ലം. സെക്രട്ടേറിയറ്റിലെ ശ്രീജിത്തിന്റെ സമരസ്ഥലത്തേക്ക് ആളുകൾ പ്രവഹിക്കുമ്പോൾ തൊട്ടടുത്ത് ആരും തിരിഞ്ഞു നോക്കാതെ ഒരു വൃദ്ധ അവശനിലയിൽ. കൊല്ലം കടയ്ക്കൽ സ്വദേശിനി എൽ കനകമ്മ എന്ന 78-കാരിയാണ് സമൂഹ മനസാക്ഷിക്ക് മുന്നിൽ ചോദ്യചിഹ്നമാകുന്നത്. വീടും സ്ഥലവും ഇല്ലാത്തതിന്റെ പേരിൽ 1.5 വർഷം മുമ്പ് സമരത്തിനെത്തിയതാണ് കനകമ്മ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ നടപ്പാതയിൽ ഫ്ലെക്സുകൾ വലിച്ചു കെട്ടിയുണ്ടാക്കിയ ഷെഡിന് കീഴെയുള്ള ഈ കാഴ്ച ആരുടെയും കരളലിയിക്കുന്നതാണ്. വീടും സ്ഥലവും വേണമെന്നാവശ്യപ്പെട്ട് 1.5 വർഷം മുൻപ് ഇവിടെ സമരത്തിനെത്തിയതാണിവർ. കുറച്ചുനാൾ മുൻപ് റോഡ് മുറിച്ച് കടക്കവേ സ്വകാര്യ ബസ്സിടിച്ച് വീഴ്ത്തിയതിനെ തുടർന്നുണ്ടായ പരിക്കുകൾ ഇനിയും ഭേദപ്പെട്ടിട്ടില്ല. ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഇടിച്ച വണ്ടിക്കാർ സ്ഥലം വിട്ടു. സമീപത്തുള്ള ക്യാമറയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടാവുമെങ്കിലും കുറ്റക്കാരെ കണ്ടെത്താൻ പോലീസ് തയ്യാറാകുന്നില്ല. മുഖ്യമന്ത്രിക്ക് കൊടുത്ത് PSC ചെയർമാൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ ലീഗൽ അതോറിറ്റി കൊടുത്തിട്ടുണ്ട്, ലീഗൽ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്, ഹൈക്കോടതി കൊടുക്കാൻ ഇരിക്കുന്നു. ഇതെല്ലാം ഞങ്ങൾ ആശ്രയം മാത്രമേ ഉള്ളൂ. എനിക്ക് ആശ്രയമേ ഉള്ളൂ. കനകമ്മയുടെ മതം മാറിയ സഹോദരിയുടെ മകനെന്ന് അവകാശപ്പെടുന്ന ജലാലാണ് വൃദ്ധയ്ക്ക് ഇപ്പോൾ ആശ്രയം. ഇവർക്ക് ഒരു മകളുണ്ടെങ്കിലും തിരിഞ്ഞു നോക്കാറില്ലത്രേ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കനകമ്മ ജോലി ചെയ്തിരുന്നെന്നും ജലാൽ പറയുന്നു. ഇയാൾ പറയുന്നതിലെ വസ്തുത എന്തുതന്നെയായാലും കനകമ്മയുടെ അവസ്ഥ ഏറെ പരിതാപകരമാണ്. പ്രദീപ് സി നെടുമൺ, ന്യൂസ് 18, തിരുവനന്തപുരം.